സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങും ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട പയ്യന്നൂരിൻ്റെ DVSP വിനോദ് കുമാർ സാർ, അതോടൊപ്പം നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിയ എനിക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കാസർഗോഡ്, നേരത്തെ കണ്ണൂർ ജില്ലയായിരുന്നു, ഇപ്പോൾ കാസർഗോഡ് ജില്ലാ ഫയർ ഓഫീസർ ശ്രീ രാജ് സാർ, അതോടൊപ്പം നമ്മുടെ തൃക്കരിപ്പൂരിൻ്റെ നീന്തലിനെ ഒരു ഹരമാക്കി ജീവിതചര്യയാക്കി തന്നെ കൊണ്ട് നടക്കുന്ന നമ്മുടെ ഈ വലിയ നീന്തൽ പരിശീലകനും കൂടിയായിട്ടുള്ള നമ്മുടെ ബാലൻ സാർ, അതോടൊപ്പം ഇന്നർലാൻഡ് സ്പോർട്സ് അക്കാദമിയുടെയും ഭാരതീയ ലൈസൻസ് സൊസൈറ്റിയുടെയും നമ്മുടെ പ്രിയപ്പെട്ട ഇതുപോലെ വലിയ പ്രോത്സാഹനങ്ങൾ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ബി സാനു സാർ, അതോടൊപ്പം നമ്മുടെ കഴിഞ്ഞ നീന്തലിൽ ഉൾപ്പെടെ പങ്കെടുത്ത് ഈ കായലിൽ അന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 18 കിലോമീറ്ററോളം നീന്തി തുടിച്ച നമ്മുടെ പയ്യന്നൂരിൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ ജലീൽ സാർ, ഇന്നിവിടെ ഈ നമ്മുടെ നീന്തൽ പരിശീലനത്തിൽ ലൈഫ് ഗാർഡ് ട്രെയിനിങ്ങിലും അതോടൊപ്പം നീന്തൽ പരിശീലകരാകാനുള്ള ട്രെയിനിങ്ങിലും പങ്കെടുത്ത പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരായ നാട്ടുകാരെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ലോകസമാധാന സന്ദേശം ഉയർത്തി, അതോടൊപ്പം ജല അപകട നിവാരണ സന്ദേശം ഉയർത്തി കഴിഞ്ഞ നവംബർ 16, 17 തീയതികളിൽ കൊറ്റിക്കടവിൽ നിന്ന് പുറപ്പെട്ട് സൂട്ടാട് അഴിമുഖം വഴി മുതിരങ്ങാടിയിൽ കയറുകയും അടുത്ത ദിവസം എട്ടിക്കുളം ബീച്ചിലൂടെ പാണ്ഡ്യാലക്കടവിലെത്തി, അറബിക്കടലിലൂടെ പാണ്ഡ്യാലക്കടവിലെത്തി അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ഇന്ന് ഈ ടെർമിനലിൽ നീന്തി കയറുകയും ചെയ്യുന്ന ആ ഒരു നീന്തൽ യജ്ഞമായിരുന്നു, ആ ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ട്. അപ്പം അതേപോലെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു, എനിക്ക് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള അവരുടെ അധ്യാപകർ ഉൾപ്പെടെ 8 പേര് തന്നെ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് എത്തിയിരിക്കുന്ന ഇന്നിപ്പോ പിന്നെ ഈ പറഞ്ഞോണ്ട് രാവിലെ 4:45 അവിടെ നിന്ന് പുറപ്പെട്ട് 7:30 ഇവിടെ എത്തി. ഇപ്പൊ ഇങ്ങനെയൊക്കെ അതിനു വേണ്ടി വലിയ സമയം സമർപ്പിച്ച് വന്നിരിക്കുന്നവർക്ക് ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കണം. കാരണം ഈ രംഗത്ത് വരുമ്പോൾ ഇത്രയൊക്കെ നീന്തി വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു ലൈഫ് ഗാർഡ് ട്രെയിനിങ്ങും അതോടൊപ്പം നിരവധി ആളുകളെ നമുക്ക് കേരളത്തിൽ ഒരു വർഷം 1600ഓളം പേരാണ് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത്. അപ്പോൾ ആ അപകട മരണങ്ങൾ കുറയ്ക്കാൻ പരിശീലിപ്പിക്കാൻ ഇവരെല്ലാം പ്രാപ്തരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഭാരതീയ ലൈഫ് സേവിംഗ് സൊസൈറ്റിയും കൂടെ ഒക്കെ വിളിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഭാരതീയ ലൈഫ് സേവിംഗ് സൊസൈറ്റിയും ഇന്നർലാൻഡ് സ്പോർട്സ് അക്കാദമിയും നമ്മുടെ നീന്തൽ താരങ്ങളെ ആദരിക്കുക എന്നൊരു ചടങ്ങ് കൂടി ഇന്നലെ വെച്ചിരിക്കുകയാണ്. ആദ്യമായി ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവരെയും ഞാൻ സമയം നീട്ടുന്നില്ല, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മളുടെ മുഖ്യാതിഥിയായി എത്തിയ നമ്മുടെ ഉദ്ഘാടകനായി എത്തിയ സാറ്, ലീഡ് സാറ്, പ്രഭാകരൻ സാറ്, സാൻ സാറ്, എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ജാക്സനെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാന്യനായ പയ്യന്നൂർ DVSP വിനോദ് സാറെ ക്ഷണിക്കുകയാണ്. ബഹുമാനരെ, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ ജാക്സൺ, അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള നീന്തലിനെ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം ജീവിതചര്യയായി കൊണ്ടു നടക്കുന്ന ബഹുമാന്യരെ, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരെ, അതുപോലെ ചാൾസൺ നീന്തലിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരാളുടെ ഒരു ദീർഘവീക്ഷണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളും ലോകസമാധാന സന്ദേശവും അതുപോലെ നമ്മുടെ ജലത്തിൽ പൊഴിഞ്ഞു പോകുന്ന ജീവനുകളെ സംരക്ഷിക്കാൻ വേണ്ടി ലൈഫ് ഗാർഡ് ട്രെയിനിങ് ഇവ നൽകി വരുന്നത്. നമുക്കറിയാം, ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എടുത്താൽ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ഒരു വർഷം നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്ന ആക്സിഡന്റിലൂടെയാണ്. ലോകത്തിൽ എല്ലായിടത്തും സംഭവിക്കുന്ന ആക്സിഡന്റിലൂടെയാണ്. അതിലൊരു അപകട മേഖലയാണ് നമ്മുടെ ഈ ജലത്തിൽ വീണുണ്ടാകുന്ന അപകടം. നമ്മുടെ ലോക ടൂറിസം വികസിച്ച് വരുമ്പോൾ, നമ്മുടെ ഇന്ത്യയിൽ ടൂറിസം വികസിച്ച് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ജീവന് ഭീഷണിയാകുന്ന ഒരു മേഖല നമ്മുടെ ഈ സമുദ്രം, കായൽ തുടങ്ങിയ സ്ഥലങ്ങളാണ്. കാരണം ടൂറിസത്തിന് വേണ്ടി വരുന്ന സ്ഥലങ്ങൾ കാണാൻ വരുന്നത് അതിലൊക്കെ മതിമറന്ന് നീന്തറിയാത്ത അല്ലെങ്കിൽ നീന്തൽ പകുതി അറിയുന്ന ആൾക്കാർ എല്ലാവരുടെയും കൂടെ അങ്ങ് ജലത്തിലേക്ക് എടുത്തിയാടുകയും പക്ഷേ നീന്താൻ പറ്റാതെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ പല സ്ഥലങ്ങളിലും അപകടം സംഭവിക്കുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ചിലപ്പോൾ 2 പെഗ് അടിച്ചതിന് ശേഷമാണ് വെള്ളത്തിലിറങ്ങുന്നത്.
ഈ വെള്ളത്തിലിറങ്ങിയാൽ നീന്താൻ നല്ല എനർജി വേണമെന്ന് പലർക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് നീന്തറിയുന്നവർക്കേ മനസ്സിലാവില്ല. നമ്മൾ നീന്താൻ ഏറ്റവും കൂടുതൽ എനർജി യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിൽസും എല്ലാ ഭാഗങ്ങളും ഒരുപോലെ വർക്ക് ചെയ്യുന്നത് നീന്തലിലൂടെയാണ് എന്ന്. അതുകൊണ്ട് തന്നെ നീന്തലാണ് ഏറ്റവും നല്ല എക്സസൈസ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിലുള്ള ഏറ്റവും നല്ല എക്സസൈസ് എന്ന് പറയുന്നത് നീന്തലാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും അതിൻ്റെ എനർജി ലോസ് ഉണ്ടാവും, അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മേഖലയെ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് പണ്ടെല്ലാം നമ്മുടെ എല്ലാ മേഖലകളിലും എല്ലാ സ്ഥലങ്ങളിലും, കാര്യം ഗ്രാമം പട്ടണം എന്നില്ലാതെ വേർതിരിവുള്ള എല്ലാ സ്ഥലങ്ങളിലും കുട്ടികൾ ആകുമ്പോൾ തന്നെ നീന്തൽ പഠിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. പ്രത്യേകിച്ച് ഗ്രാമമേഖലകളിൽ എല്ലാവരും നീന്തൽ പഠിച്ച കുട്ടികളെ ഉണ്ടാവുന്നു. ഇന്ന് ഒരു കുട്ടികൾ പോലും, എൻ്റെ മക്കൾ പോലും നീന്തറിയാത്ത അവസ്ഥയാണ്. കാരണം അതിനുള്ള സൗകര്യങ്ങൾ ഇന്നില്ല. പണ്ട് വയലുകളിൽ കുളങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ വയലുകൾ തന്നെ നല്ല വെള്ളം നിറഞ്ഞാൽ അതിലൊന്നും നീന്തി പഠിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. കായലുകളിൽ നീന്തി പഠിക്കുന്നത്. ഇന്ന് അതിനൊന്നും ആരും അച്ഛനമ്മമാർ വിടൂല, കാരണം പേടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളെല്ലാം നീന്തൽ പഠിപ്പിക്കുവാനും ഇത്തരത്തിലുള്ള ഓരോ ഇവന്റ്സ് സംഘടിപ്പിച്ച് അവരെ കൂടുതൽ അതിന് പ്രചാരം നൽകി നല്ല നിലയിൽ ഇത്തരത്തിലുള്ള സംഘാടനം നടത്തിക്കൊണ്ട് കുട്ടികളെയും മുതിർന്നവരെയും എല്ലാം ഈ നീന്തലിലേക്ക് കൊണ്ടുവരികയും നീന്തൽ പഠിപ്പിക്കാനും അവരെ നല്ല രീതിയിൽ നീന്തൽ പഠിപ്പിച്ച് നല്ലൊരു ലൈഫ് ഗാർഡ് ഒരു മേഖലകളിലേക്ക് എത്തിക്കാനും. ഇപ്പൊ എല്ലാ ബീച്ചുകളിലും പാർക്കുകളും എല്ലാം ഉണ്ട്, അവിടെ എല്ലാം നീന്താനുള്ള സൗകര്യം. പക്ഷേ ലൈഫ് ഗാർഡുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പൊ ചൂട്ടാട് ബീച്ച് എടുത്താൽ അവിടെ കുറെ കാലം സമരം നടന്നത് ലൈഫ് ഗാർഡ് അവിടെ പോസ്റ്റ് ചെയ്തില്ല. സേഫ് ഗാർഡിനുള്ള ലൈഫ് ഗാർഡ് അവിടെ ഇല്ല. അവിടെ 2-3 മരണങ്ങൾ ഞാനിവിടെ ഉണ്ടാകുമ്പോൾ തന്നെ ഇപ്പൊ കഴിഞ്ഞ വർഷം 2022-23 തോന്നുന്നു ഒരു സ്വാമി ശബരിമല തിരിച്ചു വരുമ്പോൾ ബീച്ചിലിറങ്ങി അവിടെ വീണ് മരിച്ചു. അപ്പൊ അവിടെ വലിയ സമരം നടന്നു, നമ്മളെല്ലാം ഇടപെട്ട്. അപ്പോൾ MLA നേതൃത്വത്തിൽ ഈ പെട്ടെന്ന് ഉണ്ടാകുന്നില്ല, കണ്ണൂരിൽ തൽക്കാലത്തേക്ക് ഒരു ലൈഫ് ഗാർഡിന് അവിടെ ഏർപ്പാടാക്കിയിട്ടാണ് സമരം അവസാനിച്ചത്. അപ്പൊ ഇത്തരത്തിൽ നീന്തറിയാൻ ആളില്ല, നീന്തറിയുന്ന ആൾക്കാരില്ല, രക്ഷാപ്രവർത്തനം നടത്താൻ ആളറിയുന്നത് കൊണ്ടാണ്, അറിയുന്ന ആൾക്കാരുള്ളതുകൊണ്ടാണ്, ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ അതിന് ആൾക്കാർ വരാത്തതുകൊണ്ടാണ് നമ്മൾ ലൈഫ് ഗാർഡിന് വേണ്ടി ആൾക്കാരെ കിട്ടാത്തത്. അപ്പോൾ ഇത്തരം നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്ത് അവരെ ഈ മേഖലയ്ക്ക് നിങ്ങൾ അതുപോലെ പ്രോത്സാഹനം നൽകി. ഇപ്പോൾ 40 കിലോമീറ്റർ തുടർച്ചയായി നീന്തുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു 50 മീറ്റർ നീന്തുമ്പോൾ തന്നെ നെഞ്ഞിടിക്കാൻ തുടങ്ങും. അപ്പോൾ 4 കിലോമീറ്റർ തുടർച്ചയായി നീന്തുക എന്ന് പറയുന്നത് വലിയൊരു യജ്ഞമാണ്. അതിന് സമാനതകളായി വേറൊന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് ധൈര്യം കൊടുക്കുക, അതിനെ പരിശീലിപ്പിക്കുക എന്നുള്ള വലിയൊരു കാര്യമാണ് ഇവിടെ ചാൾസൺ കൂട്ടരെ ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പോൾ ഇതിനുള്ള എല്ലാവിധ ആശംസകളും എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ഇനിയും തുടർന്നും ഇത്തരത്തിലുള്ള ആൾക്കാരെ കൂടുതൽ, കുറച്ച് നീന്തൽ പഠിച്ച ആൾക്കാരെ കൂടുതൽ നീന്തൽ പഠിപ്പിച്ച് ഇത്തരം ഇവന്റുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നല്ല മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ഈ ഒരു മേഖലയെ നമുക്ക് പ്രചാരത്തിലെത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. അതുപോലെ ഈ 40 കിലോമീറ്റർ നീന്തൽ പങ്കെടുത്തവരും അതിനു വേണ്ടിയില്ല, ഇപ്പൊ നീന്തുന്നവർ മാത്രമല്ല, അതിനുവേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ, അതിനേക്കാൾ പങ്കെടുത്ത ആൾക്കാരെക്കാൾ കൂടുതൽ അതിനുവേണ്ടി പുറത്തു നിന്ന് സഹകരണം നൽകിയ ആൾക്കാർ, അവരെയും നീന്തലിന് പങ്കെടുത്ത എല്ലാ ആൾക്കാരെയും സംഘാടകരെയും എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്തറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് നമ്മുടെ മുഖ്യാതിഥി ജില്ലാ ഫെയർ ഓഫീസർ രാജ് സാറിനെ സംസാരിക്കുന്നത്. വ്യക്തിയായ നമ്മുടെ ബോസ് ജാൻസൺ, ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഒക്കെ തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് അതൊരു ആത്മവിശ്വാസമുള്ള ഒരു കൂട്ടം നല്ല ചെറുപ്പക്കാരുടെ ഒരു കൂട്ടത്തെ വാർത്തെടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വലിയ സമയം ചെലവഴിച്ചു. ഇതിനകത്ത് റിസ്ക് എടുത്താണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അത്രയും കണ്ട് ആത്മവിശ്വാസം അദ്ദേഹത്തിനുള്ളതാണ്. നമ്മളിപ്പം ഇന്നത്തെ ജീവിതചര്യയിൽ നമുക്ക് ഈ പെട്ടെന്നുള്ള ജീവിതത്തിൽ ശരിക്കും ഈ നീന്തലിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. സാറ് പറഞ്ഞതുപോലെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ശാരീരിക കുളിക്കാനുള്ള ഈ സ്ഥലങ്ങളുണ്ടെങ്കിൽ കുറച്ചുള്ളിലോട്ടൊന്നും അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ഈ ഉദ്യമം ഓരോരുത്തരെയും ആകർഷിക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ അദ്ദേഹം നമ്മളോട്
ജലത്തിലിറക്കി മനുഷ്യച്ചങ്ങലയാക്കി. അതുകൊണ്ട് തന്നെ പല പല ഘട്ടങ്ങളിലും കടലിൽ നിന്ന് വളരെ മത്സ്യത്തെ പോലെ ശരിക്കും വെള്ളത്തിൽ കിടക്കാനായിട്ട് പഠിപ്പിക്കുന്നു. അങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തിന് സ്വായത്തമായ കഴിവ് മറ്റൊരു വ്യക്തിയെ നൽകുമ്പോഴാണ് അദ്ദേഹം സമൂഹത്തിൽ ഇത്രയും വിലയുള്ള ഒരാളാകും. അദ്ദേഹത്തിൻ്റെ ഉദ്യമത്തിന് കൂടുതൽ അംഗീകാരം ലഭിക്കാവുന്ന സാഹചര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥനകളും എല്ലാം ഉണ്ടാവട്ടെ. എല്ലാ മതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ സാനു സാറിനെ സംസാരിക്കാൻ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകനെ, വിശിഷ്ടാതിഥികളെല്ലാം നമസ്കാരം. ഞാൻ തിരുവനന്തപുരം മിനറൽ ആൻഡ് ഇന്റർനാഷണൽ സ്പോർട്സ് അക്കാഡമിയും ഭാരതീയ ലൈഫ് സയൻസ് സൊസൈറ്റിയുടെയും പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു സഹോദരനാണ്, ചാൾസ് സാർ എന്ന് പറയുന്നത് തെറ്റില്ല. കാരണം ഞങ്ങൾ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. സമൂഹത്തിന് എന്തെങ്കിലും പ്രയോജനപ്പെടുന്ന രീതിയിൽ കുറച്ച് ആൾക്കാരെ പ്രാപ്തരാക്കണം. എന്തെങ്കിലും സാമ്പത്തിക നേട്ടം ഉദ്ദേശിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. അപ്പം സാർ നിരന്തരം ഈ 40 കിലോമീറ്റർ യജ്ഞത്തിന് പങ്കെടുപ്പവരെ ഞങ്ങൾ 1-2 പ്രാവശ്യം ഗൂഗിൾ മീറ്റൊക്കെ വെച്ച് അവർ കുറച്ച് അതിൻ്റെ വഴികൾ പ്രോത്സാഹനങ്ങളെല്ലാം കൊടുത്തു. അപ്പോൾ തന്നെ ഞങ്ങളുടെ കമ്മിറ്റി തീരുമാനിച്ചതാണ് ഇതിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു നമ്മളുടെ ഇന്റർനാഷണൽ സ്പോർട്സ് അക്കാഡമിയുടെ ഒരു അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു ലൈഫ് ഗാർഡ് ട്രെയിനിങ്. ലൈഫ് ഗാർഡ് ഇന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു തൊഴിൽ മേഖലയായിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് തൊഴിൽ സാധ്യതകളുണ്ട്. നമുക്ക് ഒരു നീന്തൽ പ്രാവീണ്യം അന്യം നിന്ന് പോയ കുറച്ച് ചെറുപ്പക്കാർക്ക് അടുത്ത ഒരു എന്ത് ചെയ്യും എന്ന ഒരു ചോദ്യത്തിന് ചിഹ്നമായിരിക്കുന്ന സമയത്ത് അവർക്ക് ഇത് ക്വാളിഫൈഡ് ഒരു ലൈഫ് ഗാർഡ് സർട്ടിഫിക്കറ്റ് കേരളത്തിൽ തന്നെ ഏക സ്ഥാപനമാണ്. ഒരു ISO രജിസ്ട്രേഷനുള്ള. ഞങ്ങൾക്ക് അബുദാബി, ദുബായിലെല്ലാം ബ്രാഞ്ചുണ്ട്. വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ്. ലൈസൻസ് ഉള്ള വേറെ ആരും കേരളത്തിൽ ഇല്ല. അപ്പം ഞങ്ങൾ ചാൾസൺ അക്കാഡമി ഞങ്ങൾക്ക് സഹകരിച്ച് ഇനിയും മുന്നോട്ട് ഈ യജ്ഞത്തിൽ പങ്കെടുക്കും എന്നതോടെ അറിയിക്കുന്നു. ഞങ്ങളുടെ ഒരു ഉപഹാരം ഞാൻ ചാൾസന്റെ അക്കാഡമിക്ക് ചാൾസൺ സാറിന് കൊടുക്കുന്നതിനും മുഖ്യ അതിഥിയെ ക്ഷണിക്കുകയാണ്. സാർ ഞങ്ങൾ അടുത്തതായി ഹസൻ സാർ സംസാരിക്കുന്നതിന് വേണ്ടി റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ പ്രഭാകരൻ സാറെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ DYSP ശ്രീ വിനോദ് സാർ, അതുപോലെ അധ്യക്ഷൻ, അതുപോലെ മറ്റ് പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികൾ, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, മുങ്ങി മരണത്തിൻ്റെ ഏക മരുന്ന് നീന്തൽ പഠനവും നീന്തൽ പരിശീലനമാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ നീന്തലിൽ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ചില വൈവിധ്യങ്ങളായ നീന്തൽ പരിശീലനങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ നാടിനെ ആകെ ഒന്ന് ഉണർത്ത് എഴുന്നേൽക്കുന്ന ശ്രീ ചാൾസൺ ടീമിന് എല്ലാവിധ ഭംഗിയുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേരളം ഗോഡ് സോൺ കൺട്രിയാണ്, ദൈവത്തിൻ്റെ രാജ്യമാണ്. കുളങ്ങൾ, കായലുകൾ, തോടുകൾ, പുഴകൾ, കടകൾ ഇതൊക്കെയുണ്ട്. പക്ഷെ നമ്മൾ അത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനെയൊക്കെ ഒരു മുൻകൈ എടുത്ത് ശ്രീ ചാൾസൺ ടീം ഇതിൽ പെരുമാറുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, വിദേശികളടക്കം ഇവിടെ ആഘോഷിച്ച് ഉല്ലസിച്ച് പോവുകയാണ്. നമ്മളെ ആൾക്കാർ നോക്കി നിൽക്കുന്ന അവസ്ഥയാണ്. നമ്മൾ മലേഷ്യയിലും സിംഗപ്പൂരും പോയിട്ട് ഇതുപോലത്തെ തടാകങ്ങളിൽ നമ്മളെ സാമ്പത്തിക ചിലവായിക്കൊണ്ട് ചുറ്റുന്നു. പക്ഷേ ഇവിടുത്തെ സാധ്യതകൾ നമ്മൾ ചൂഷണം ചെയ്യുന്നില്ല. എന്തായാലും അതിനൊക്കെ ആദ്യം നീന്തൽ പഠനവും നീന്തൽ പരിശീലനം ആവശ്യമാണ്. സ്കൂളിലെ വെറും പഠനം പോരാ, സ്കൂളിലെ വെറും തിയറിറ്റിക്കലായ പഠനം പോരാ. ഇതുപോലുള്ള എല്ലാ അവസ്ഥകളും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളിപ്പോൾ സാധാരണ തമാശക്ക് പറയാറുണ്ട്, ഫുൾ ടൈം വെള്ളത്തിലാണെന്നാണ് പറയാം. ചാൾസൺ സാറ് ഫുൾ ടൈം വെള്ളത്തിലാണ്, കേൾക്കുന്ന തെറ്റിദ്ധരിച്ചു. അപ്പോൾ അത്രക്കും ആ രീതിയിൽ തൻ്റെ ജീവിതം ഇതിനു വേണ്ടിയിട്ട് നിർണ്ണയിച്ച് ഫയർഫോഴ്സിന് നമുക്ക് ഒരു അനുഗ്രഹമാണ്. കാരണം നമുക്കൊരു ഹെൽപ്പാണ്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നമ്മളൊരു സൈഡിൽ ചെയ്യുമ്പോൾ അതിഭീമമായി മറ്റൊരു സൈഡിലേക്ക് ഇങ്ങനെ നീന്തൽ പഠനമായിട്ട് പോകുമ്പോൾ നമുക്ക് വളരെയധികം സഹായമാണ്. നമുക്ക് തന്നെ അറിയാം, ഒരു 80 പഞ്ചായത്തിൽ ഒരു ഫയർ സ്റ്റേഷനേ ഉള്ളൂ. വളരെ ദയനീയമാണ്.
അപ്പോൾ ഈ ബാക്കിയുള്ളൊക്കെ പഞ്ചായത്തുമൊക്കെ ചാൻസ് സാർ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ചെറിയ സ്ഥലങ്ങൾ മാത്രം നമ്മൾ ഏറ്റെടുക്കും. എന്തായാലും വളരെ സന്തോഷമുണ്ട് രാജസ്ഥാനി ടീമിന്, അതുപോലെ ഇവിടെ 40 കിലോമീറ്റർ ഓടിയ ടീമിന്, അതുപോലെ നമ്മുടെ ഇന്നത്തെ PLS സ്പോർട്സ് കഴിഞ്ഞ് എല്ലാവർക്കും ഇനിയും ഇതുപോലെ അവസരം ഉണ്ടാകട്ടെ. ഈ ഉണർവിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. അന്നാട് എണീക്കുന്നത് നമ്മള് ഫയർഫോഴ്സ് പുഴയിലും കായലൊക്കെ കടലിലെ നീന്തിയാൽ നമ്മളെ പഠിപ്പിച്ചത് ശാസ്ത്ര സാറാണ്. അതിനൊരു അംഗീകാരം കൂടിയാണ്. അടുത്ത ഈ ആശംസ സംസാരിക്കുന്നതിനായി പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ സൂപ്രണ്ട് ഇൻചാർജ് കൂടിയായിട്ടുള്ള ജലീൽ സാറിനെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇപ്പോൾ ഉദ്ഘാടകൻ സാർ, സ്റ്റേജിലുള്ള വിശിഷ്ട വ്യക്തികളെ, ചാൾസൺ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഒരുപാട് നീന്തൽ യത്നങ്ങളും അതുപോലെ തന്നെ നീന്തൽ പരിശീലനങ്ങളും നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം കടൽ നീന്തൽ യത്നത്തിൽ എനിക്കും പങ്കെടുക്കാൻ സാധിച്ചു. ഞാൻ കുറച്ച് ഇങ്ങനെ മുമ്പ് ഇതേപോലെ തന്നെ DYSP സാർ പറഞ്ഞ പോലെ പുഴയിലൊക്കെ നീന്തി ചെറുതായിട്ട് നാടൻ നീന്തൽ പഠിച്ചിരുന്നു. അതുപോലെ ഞാൻ പഠിക്കുന്ന സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് പഠിച്ചത്. അവിടുന്ന് ഒരു പൂളിൽ പോയിട്ട് ഇങ്ങനെ അന്നേരമാണ് ശരിക്കുള്ള നീന്തൽ പഠിച്ചത്. പക്ഷെ എന്നിട്ടും നമുക്ക് പൂളിൽ നിൽക്കുന്ന സമയത്ത് 25-50 മീറ്റർ നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഈ ചാനലിനെ പറ്റി അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ പുഴയിൽ നീന്തുക എന്നുള്ളത് അതിനെപ്പറ്റി നല്ല പേടിയുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഒരു പ്രാവശ്യം രാമന്തലിൽ ഒരു പുഴ അപ്പുറം കടന്നു, 2 കിലോമീറ്റർ തോന്നുന്നു. അതേപോലെ തന്നെ ഈ യജ്ഞത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. ശരിക്കും ആയാസരഹിത നീന്തൽ എന്ന ഒരു ടെക്നിക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ക്ഷീണവുമില്ലാതെ മണിക്കൂറുകളോളം അല്ലെങ്കിൽ കിലോമീറ്ററോളം നമുക്ക് നീന്താൻ സാധിക്കുമെന്ന് അന്നേരമാണ് മനസ്സിലായത്. അപ്പോൾ സാറ് ഈ യത്നത്തിൽ ഇപ്പം എല്ലായ്പ്പോഴും എന്നെ എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാനിത് ഇങ്ങനെ നീന്തി കഴിഞ്ഞ് സ്റ്റാറ്റസ് ഇടുമ്പോൾ ആൾക്കാർ ഒരുപാട് അവർ ഞെട്ടും, ഇതെങ്ങനെയാണ് ഇത് സാധിക്കുന്നത്. പക്ഷേ ആ ഒരു ടെക്നിക്ക് പഠിച്ചതിന് ശേഷമാണ് ഇത് സാധിച്ചത്. ഏതായാലും ഇന്നത്തെ ഈ പരിപാടി അന്ന് നീന്തൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളും ഇന്നുണ്ട്. അന്നത്തെ എല്ലാവരെയും ഞാൻ അനുമോദിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിക്ക് എല്ലാവരുടെ ആശംസകളും നേരുന്നു. നമ്മുടെ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും 40 കിലോമീറ്റർ നീന്തിയതിന് നേതൃത്വം